മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുമ്പൊരിക്കൽ പ്രതാപന് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് ഒന്ന് കാണാൻ പോലും ചെന്നില്ലെന്നും പറഞ്ഞ് പരാതി പറഞ്ഞ മുത്തശ്ശിയും അതുപോലെ തന്നെ കരുണയെ ഇത്തവണ പ്രതാപനെ കാണാൻ വരേണ്ടെന്ന് ഉണ്ണിയോട് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ദുരൂഹതയുണ്ടെന്ന് ഉണ്ണിക്കാണെങ്കിൽ തോന്നുന്നുണ്ട്. കണ്ണനും മഹിയും തമ്മിൽ യാതൊരു പിണക്കവുമില്ല, അവർ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കുകയാണെന്ന് കണ്ടുപിടിച്ച ഉണ്ണിയുടെ മനസ്സിൽ കുറേ നാളുകൊണ്ട് തോന്നുന്ന സംശയമാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം പ്രതാപനാണോ എന്നുള്ള കാര്യത്തെ. ആ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉണ്ണിയാണെങ്കിൽ വാമദേവൻ അമ്മാവനെ വിളിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മാവനെ ഒന്ന് കാണണം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്ന സമയത്ത് വാമദേവനാണെങ്കിൽ നല്ല പേടി തോന്നുന്നു. ഇനി ഉണ്ണി എന്തെങ്കിലും സത്യം തിരിച്ചറിഞ്ഞു കാണോ സീമന്തിനി അവൻ എന്നെ കാണണമെന്ന് ഈ സമയത്ത് പറയണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഇനി പ്രതാപനെ കാണാൻ ചെന്നപ്പോൾ അവൻ എന്നോട് വിളിച്ച് കൂവിയത് കണക്ക് ഉണ്ണിയോട് വല്ലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നെൻ്റെ കാര്യം. അത് കേട്ടിട്ട് സീമന്തിനി പറയുന്നുണ്ട്, ഉണ്ണിയാണെങ്കിൽ അച്ഛനെ കൊന്നത് നിങ്ങൾ കാരണമാണ്, സ്വത്ത് കിട്ടാത്തതും നിങ്ങൾ കാരണമെന്നെങ്ങാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നു കളയാൻ പോലും അവൻ മടിക്കില്ല. അങ്ങനെ എന്നെ കൊല്ലുന്നതിന് മുമ്പിട്ട് അവനെ തീർക്കണം. സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തരവനാണെന്ന് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, അവനെ ആദ്യം തീർക്കണ്ടേ എന്ന് വാമദേവൻ തറപ്പിച്ച് പറയുന്നു. അത് കേട്ട് സീമന്തിനിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നു. എന്തായാലും നിങ്ങൾ മനുഷ്യ ആ മുത്തശ്ശിയെ വിളിച്ച് നോക്ക്, ഇനി അവനും കാണാൻ ഹോസ്പിറ്റലിൽ വന്നോ ഇല്ലയോ എന്ന് മുത്തശ്ശിക്ക് അറിയത്തില്ലേ, അവർ നമ്മുടെ ആളല്ലേ, എല്ലാം അറിയാവുന്നതുകൊണ്ട് ചോദിക്കുന്നതിന് ചമ്മലോ പേടിക്കുകയോ ഒന്നും വേണ്ട, നിങ്ങൾ ആദ്യം അവരെ വിളിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ട് വാമദേവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. ഉണ്ണിയും കാണാം പ്രതാപനെ കാണാൻ അങ്ങോട്ട് വന്നോ, എന്നെ ഇപ്പോൾ അവൻ വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാനായിട്ടൊന്ന് കാണണമെന്ന്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുമ്പം നീ പേടിക്കണ്ടടാ, ഇതുവരെ പ്രതാപനെ കാണാൻ ഉണ്ണി വന്നിട്ടില്ല. കാണാൻ വേണ്ടി റെഡിയാവുന്ന സമയത്ത് കരുണ മോൾ അത് വിലക്കി. ഹോസ്പിറ്റലിൽ വന്നാലുണ്ടാകുന്ന കാര്യം എന്താണെന്ന് മോൾക്കറിയാവുന്നത് കൊണ്ട് മോളാണെങ്കിൽ അവനോട് പറഞ്ഞ് തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് ആരും വന്ന് കാണണ്ട, മാനസികമായിട്ട് തകർന്നു നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സത്യം പ്രതാപൻ്റെ വായിൽ നിന്നും ഉണ്ണിങ്ങാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രതാപനേക്കായും കൂടുതൽ തട്ടുകേട് കയറാൻ പോകുന്നത് നിനക്കാടാ വാമദേവ, ആ ഒരു കാര്യം നിൻ്റെ മനസ്സിൽ എപ്പോഴും കാണണം എന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മുത്തശ്ശി, എന്തായാലും മുത്തശ്ശിയായിട്ട് ഉണ്ണിയും പ്രതാപനും തമ്മിൽ കാണാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വാമദേവൻ ഫോൺ കട്ട് ചെയ്തിട്ട് സീമന്തിനിയോട് പറയുന്നുണ്ട്, നമ്മൾ പേടിച്ചതുപോലൊന്നും സംഭവിച്ചിട്ടില്ലടി, ഇതുവരെ പ്രതാപൻ ഉണ്ണിയെ കണ്ടിട്ടില്ല. പിന്നെ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, കാരണം കണ്ണനെയും ഉണ്ണിയൊക്കെ അറിയാവുന്ന ഡോക്ടറും നഴ്സുമാരും ഒക്കെ അവിടെ ധാരാളം ഉണ്ട്. ആ വഴിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, എന്തായാലും അവൻ വിളിച്ചല്ലേ, എന്തിനാണെന്നറിയാൻ വേണ്ടി ഒന്ന് ചെല്ലു മനുഷ്യ എന്ന് സീമന്തിനിയും പറയുന്നു. അങ്ങനെ അതും പ്രകാരം വാമദേവനാണെങ്കിൽ റെഡിയായി സ്ഥിരം കാണാറുള്ള ആ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഓരോന്നും ആലോചിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുവാണ്. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം പ്രതാപനാണോ, അതാണോ തൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളെ മാത്രം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത്, ഇത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും കണ്ണേട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തുകൊണ്ട് കണ്ണേട്ടനെ ദ്രോഹിക്കുന്നവരുടെ പിന്നാലെ കൂടാതെ പ്രതാപൻ്റെ പിന്നാലെ പോകുന്നെന്ന് ആലോചിച്ച് നിൽക്കുന്നു. അതേസമയം ദുർഗയാണെങ്കിൽ വന്ന് കരുണയോട് ചോദിക്കുന്നുണ്ട്, മോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോകുന്നില്ലേ, പോകുന്നുണ്ടെങ്കിൽ അമ്മയും കൂടെ വരുന്നുണ്ടായിരുന്നു. വേണ്ട, ഇപ്പം തൽക്കാലം ആരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ട എന്നാ പറഞ്ഞത്, ആർക്കും കാണാൻ പറ്റിയൊരു സാഹചര്യമല്ല, പിച്ചും പേയും പറയുന്നെന്ന് മാത്രമല്ല കാണാൻ വരുന്നവരെ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ആരും തൽക്കാലം അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരണ്ടെന്നാ, ഇന്നുങ്ങാണ്ടി ഡിസ്ചാർജ് ചെയ്യുമെന്നാ വിളിച്ചപ്പോൾ പറഞ്ഞത്. ആണോ മോളെ, എങ്കിൽ തൽക്കാലം അച്ഛനൊന്ന് ഓക്കെ ആയിട്ട് വന്ന് കാണാം അല്ലേ എന്ന് ദുർഗ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ആലോചിക്കുക മോളെ, വിശ്വനാഥേട്ടൻ്റെ ആത്മാവ് എന്തുകൊണ്ടാണ് നിൻ്റെ അച്ഛനെ ആ ശല്യം ചെയ്യുന്നതെന്ന്. എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന കരുണയാണെങ്കിൽ പെട്ടെന്ന് പറയുന്നുണ്ട്, അത് മിക്കവാറും കണ്ണേട്ടനെയും അതുപോലെ മഹാലക്ഷ്മിയും ദ്രോഹിക്കാൻ എൻ്റെ അച്ഛൻ പിന്നാലെ കൂടിയില്ലേ, ഇത്തവണ പോലും ലോറി ഇടിപ്പിച്ചവരെ കൊല്ലാൻ പോയ സമയത്തല്ലേ അച്ഛൻ്റെ ആത്മാവ് എൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് കയറിയത്. ഇനി അവരെ ദ്രോഹിക്കുന്നതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണെങ്കിലോ അത് മോള് പറഞ്ഞ് സത്യമാണ്. കാരണം കണ്ണനെന്ന് പറഞ്ഞാൽ വിശ്വേട്ടന് ജീവനാ, അവനെ ശല്യം ചെയ്യുന്ന ആരായാലും അവരെ വിശ്വേട്ടൻ്റെ ആത്മാവുണ്ടെങ്കിൽ ശല്യം ചെയ്യാതെ വിടില്ല. അങ്ങനെ കരുണ ഒരു വിധത്തിൽ ദുർഗയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പ്രതാപനും മുത്തശ്ശിയും ഡ്രൈവറുമായിട്ട് പ്രതാപനെ ഒരു വിധത്തിൽ പിടിച്ചിറക്കി കൊണ്ടുവരുന്ന സമയത്ത് മോഹിനിയാണെങ്കിൽ അവിടെ അതെല്ലാം നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. നിനക്കവിടെ ഇന്ന് കണ്ടാൽ മതിയല്ലോടി, ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, വയ്യാതെ കിടക്കുന്ന ഭർത്താവിനെ പരിചരിക്കാനും നോക്കാനൊന്നും ആരുമില്ല, ഈ വയസ്സാം കാലത്ത് ഞാനേ ഉള്ളൂ എന്തിനും പിന്നാലെ, അമ്മയും മോനും കൂടി ചെയ്യുന്ന പാപത്തിൻ്റെ പങ്ക് പറ്റാൻ ഞാൻ വരുന്നില്ല, അതുകൊണ്ട് മോനെ നോക്കുന്നതിൻ്റെ കണക്കൊന്നും എന്നോട് വന്ന് പറയേണ്ടെന്ന് മോഹിനി പറയുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ ചൂടാകുന്നുണ്ട്. ഈ അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടാ, മിണ്ടാതിരുന്നോണം തള്ളേ, അല്ലെങ്കിൽ ഞാൻ അടിച്ച് ശരിയാക്കും, പാവം എൻ്റെ ഭാര്യ നിങ്ങൾ എന്തിനു വഴക്ക് പറയുന്നു.
കുറേ കാലമായി ഞാൻ കാണുക എൻ്റെ മോഹിനിയെ നിങ്ങളിട്ട് പെടുത്തി കൂട്ടുന്നത്. ഇനി മേലെ എൻ്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണെന്ന് ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ വായടപ്പിക്കുന്നു. അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന മുത്തശ്ശിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.